1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാർ വിധി പറയുകയാണ്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാർ. ഒന്നാം പ്രതി പൾസർ സുനി, രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി, മൂന്നാം പ്രതി മണികണ്ഠൻ ബി, നാലാം പ്രതി വിജീഷ് വി പി, അഞ്ചാം പ്രതി സലീം എച്ച്, ആറാം പ്രതി പ്രദീപ്. അങ്ങനെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാർ എന്ന വിധി പ്രസ്താവം വരുന്നു. ആകാംക്ഷ നിറഞ്ഞ നിമിഷങ്ങളാണ്. 8ാം പ്രതി ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിൽ കോടതിയുടെ തീരുമാനം എന്താണ് എന്ന് കാത്തിരിക്കാം. ഇതാ വിധി പറയുന്നു. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാർ എന്ന് പറഞ്ഞിരിക്കുന്നു. പൾസർ സുനി, മാർട്ടിൻ ആന്റണി, മണികണ്ഠൻ, വിജീഷ്, സലീം, പ്രദീപ് 6 പേർ കുറ്റക്കാർ എന്നാണ്. കോടതിക്ക് മുന്നിൽ ഇപ്പോൾ ദിലീപ് ഫാൻസ് അസോസിയേഷന്റെ ഭാരവാഹികൾ എത്തിയിട്ടുണ്ടെന്നുള്ള വിവരം വരുന്നു. രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണി കുറ്റക്കാരനാണ്. ഒന്നാം പ്രതി പൾസർ സുനി കുറ്റക്കാരനാണ്. ഇവരൊക്കെ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാർ എന്ന് കോടതിയുടെ വിധിന്യായം വന്നിരിക്കുന്നു. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇതാ ഗൂഢാലോചന, കൂട്ടബലാത്സംഗം എല്ലാം നിലനിൽക്കും. കൂട്ടബലാത്സംഗം ഉൾപ്പെടെ കുറ്റം തെളിഞ്ഞു. ഇത് പറയുന്നത് 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ കാര്യത്തിൽ കോടതി പറയുന്നു ഗൂഢാലോചന, കൂട്ടബലാത്സംഗം എന്നീ കുറ്റങ്ങൾ നിലനിൽക്കും എന്നാണ്. കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ 1 മുതൽ 6 വരെയുള്ള ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള പ്രതികളുടെ കാര്യത്തിൽ നിലനിൽക്കും എന്നാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും വരുന്ന വിവരം. 354, 354B എന്നിവ നിലനിൽക്കുമെന്ന് കോടതി പറഞ്ഞു നിൽക്കുന്നു. 366ഉം നിലനിൽക്കുമെന്നാണ് വിധി പ്രസ്താവത്തിൽ പറയുന്നത്.